മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിന്ന് അതീവ ദുഃഖകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ആ മഴക്കെടുതിയിൽ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം 200 മില്ലിമീറ്റർ മഴ പെയ്തു. അവിടെ ഉരുൾപൊട്ടലുണ്ടായി. വളരെയധികം നാശനഷ്ടം വരുത്തി. ഉരുൾ മലയിൽ നിന്ന് പൊട്ടി ഒഴുകി അത് അവിടുത്തെ 3 വാർഡുകളിലെ നിവാസികളെയും കംപ്ലീറ്റ് അവിടുന്ന് തൂത്ത് പിറക്കിക്കൊണ്ട് പോയി ആ മലവെള്ളം. നമ്മളിപ്പം ചാനലിൽ കൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിലൊരു വാർഡായ ചൂരൽമലയിലെ അവിടുത്തെ നാശനഷ്ടങ്ങളും അവിടെ മണ്ണിനടിയിൽ പുതഞ്ഞു പോയ ജീവിതങ്ങളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് ആ നദി ക്രോസ് ചെയ്ത് അക്കരെ പോയാൽ അവിടെ മുണ്ടക്കൈ എന്ന സ്ഥലത്തെത്താം നമുക്കവിടെ. ആ പാലം, അത്രയും വീതിയുള്ള ആ നദിയിലെ പാലം എവിടെയാണെന്ന് പോലും അറിയാതെ ഒലിച്ചു പോയിരിക്കുന്നു. ഉരുൾപൊട്ടൽ 2019 1.5 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്നു. ഉണ്ടായ സംഭവം നമുക്കറിയാം. ഓഗസ്റ്റ് 8 പുത്തുമലയിലെ, ഇതിനടുത്ത് 1.5 കിലോമീറ്റർ അകലെ പുത്തുമലയിലെ ആ ഉരുൾപൊട്ടലും ജലപ്രവാഹവും ഒത്തിരി ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. വളരെയധികം ആൾക്കാരുടെ വീടുകൾ നാശനഷ്ടമുണ്ടായി. കൃഷിസ്ഥലം പോയി. പലരും മണ്ണിനടിയിൽ പോയി. പല മൃതദേഹങ്ങളും കിട്ടാതെയും പോയി. ഇപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡിൽ ഏറ്റവും നമ്മൾ ചൂരൽമല ആ അവിടുത്തെ ദൃശ്യങ്ങളും ആ ടൗൺഷിപ്പും വാഹനങ്ങൾ ഒഴുകി വന്ന് കിടക്കുന്നതും ആ മലയിൽ നിന്ന് വന്ന വലിയ തടികൾ വന്ന് കിടക്കുന്നതും അതിൻ്റെ ഇടയിൽ ധാരാളം ആൾക്കാർ കുടുങ്ങി മരണപ്പെട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം 24 പേരെ മരണപ്പെട്ടതായി ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3-4 കുഞ്ഞുങ്ങളുടെ മൃതദേഹം ഉണ്ടായിരുന്നു. ചാലിയാർ പുഴയിൽ അല്ലെങ്കിൽ മഞ്ചേരിക്കടുത്ത് അങ്ങോട്ട് ഈ വെള്ളം ഒഴുകി വരുന്നിടത്ത് 9 മൃതദേഹങ്ങൾ കിട്ടി. ഒറീസയിൽ വന്ന 4 ഡോക്ടർമാരിൽ 2 പുരുഷന്മാർ ഡോക്ടേഴ്സിൻ്റെ മൃതദേഹവും ഒഴുക്കിപ്പെട്ടു പോയി. ഇപ്പോഴും മൃതദേഹം പല സ്ഥലത്തും ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും മുകളിലെ മലയിലാണ് 200 മില്ലിമീറ്റർ മഴ പെയ്തപ്പം വെള്ളം കെട്ടി നിന്നത്. അത് ആ വെള്ളം കെട്ടി നിന്നിടത്തെ മല അതേപടി താഴോട്ട് തെന്നി നീങ്ങിക്കഴിഞ്ഞപ്പം അവിടുത്തെ മുണ്ടക്കൈ എന്ന പ്രദേശം, അവിടുത്തെ ചില റിസോർട്ടുകൾ, ആ മുണ്ടക്കൈ കൂടെ വെള്ളം ഒഴുകി അവിടെ മുഴുവൻ നശിപ്പിച്ച് പാറകളും വൻമരങ്ങളും അവിടുത്തെ വീടുകളും കാറുകളും ഒക്കെ ഉരുണ്ട് താഴോട്ട് വന്നു ചൂരൽമലയിൽ. ജലത്തിൻ്റെ പ്രവാഹം കൊണ്ട് ചൂരൽമലയും മുണ്ടക്കൈയും ബന്ധിപ്പിക്കുന്ന പാലം ഏതായാലും നശിച്ചു പോയി. ഇപ്പോൾ അങ്ങോട്ട് ആർക്കും കടക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു. അവിടെ എന്ത് സംഭവിച്ചു എന്ന് അങ്ങോട്ട് NDRFനോ അതുപോലെ ഇവിടുത്തെ സന്നദ്ധ സേവാ അംഗങ്ങൾക്കോ പട്ടാളത്തിനോ അല്ലെങ്കിൽ പോലീസിനോ എങ്ങും കേൾക്കാൻ പറ്റില്ല. ഇപ്പം മുണ്ടക്കൈയിൽ എന്ത് സംഭവിച്ചു, എത്ര പേർക്ക് അപകടം ഉണ്ടായി, അതിൻ്റെ സ്ഥിതിവിശേഷം ഒന്നും നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റാതെ വന്ന് മറ്റ് ചില മാർഗങ്ങളിൽ കൂടെ അവിടെ ഒരു സംഘം എത്തിയതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. ചൂരൽമലയിലെ കംപ്ലീറ്റ് വൻ നാശനഷ്ടം ഉണ്ടായി. അവിടുത്തെ ആൾക്കാരുടെ മൃതദേഹമാണോ എന്ന് നമുക്കറിയില്ല. ചാലിയാർ പുഴയിലും അത് പുഴ മാറി ഒഴുകി പോകുന്നത് തീർച്ചയായിട്ടും അത് കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അവിടം കടന്നാണ് പോകുന്നത്. അവിടം കടന്ന് അത് നിലമ്പൂരിൽ നിന്ന് വന്ന വെള്ളമൊഴുക്കിനകത്തും ഒക്കെ ചേർന്ന് 9 മൃതദേഹം അവിടെ നിന്ന് വന്ന് ഒഴുകി നടക്കുന്നത് കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കിടക്കുന്നു. പക്ഷേ ചൂരൽമലയിലെ ആ ദൃശ്യം കാണുമ്പോൾ ആ മരത്തിനടിയിലും ആ മണ്ണിനടിയിലും ആ പാറകൾക്കടിയിലുമൊക്കെ മൃതദേഹം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
മൊത്തം ഒരു അവലോകനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. എത്ര വീടുകൾ ഒഴുകിപ്പോയെന്ന് നമുക്കറിയില്ല. ഏതായാലും മുണ്ടക്കൈയിലെ അവസ്ഥകളെ അറിയുമ്പോൾ അട്ടമലയും മുണ്ടക്കൈയും ചൂരൽമലയും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നാശം വിതപ്പിച്ചുകൊണ്ട് ആ മണ്ണും കല്ലും മരങ്ങളും വന്ന് അവിടെയുള്ള പല കെട്ടിടങ്ങളെയും തൂത്തുപെറുക്കിക്കൊണ്ടുപോയി. അതിൻ്റെ അടിത്തറ മാത്രമേ നമുക്ക് കാണാനൊക്കുള്ളൂ. കേരളത്തിലെ നാശനഷ്ടം ഇത് വരുത്തിക്കൊണ്ട് തീവ്ര മഴകൾ കുറേ വർഷങ്ങളായി 2018 മുതൽ അതിതീവ്ര മഴകൾ പെയ്തുകൊണ്ട് ദുരന്തങ്ങൾ വിതറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഇനി നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലെ കാലാവസ്ഥ മാറി നേരത്തെ ഉണ്ടായിരുന്ന ആ മഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കൃത്യമായി കൃഷിക്ക് ഉപയോഗിക്കുന്ന മഴ നിലപാട് മാറ്റി അതിതീവ്രമായ മഴയും മേഘസ്ഫോടനവും കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ട് കേരളത്തിനെ കൂടുതൽ ദുരിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ ജില്ലകളിലും ഇതുണ്ട്. എങ്കിലും കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയനാടും അതുപോലെ കോഴിക്കോടിൻ്റെ റൂറൽ സൈഡുകളിലും മലപ്പുറം ജില്ലയിലും പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളും നിലമ്പൂർ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും ഇത്രയും സ്ഥലങ്ങളിൽ വലിയ മലകളുണ്ട്. അവിടെ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് നിന്ന് ധാരാളം അപകടങ്ങൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരെയും ജീവിതങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഇനിയും മൃതദേഹങ്ങൾ കിട്ടാതെ പല സ്ഥലത്തെ ഉരുൾപൊട്ടലിൻ്റെ അവസ്ഥയിൽ ലഭിക്കാനുണ്ട്. അവരൊക്കെ കാണാമറയത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഈ ഉരുൾപൊട്ടൽ അതിഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഇടപെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അംഗങ്ങൾ വരുന്നു, പട്ടാളങ്ങൾ വന്നിരുന്നു, ഹെലികോപ്റ്റർ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം വരുന്നു. മുഖ്യമന്ത്രി അവിടെ കൺട്രോൾ റൂമിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 5 മന്ത്രിമാർ അവിടെ പോയി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞു. സർവ്വ ആൾക്കാരും അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ പൊതുവായ ഈ നമ്മുടെ ദുഃഖം അത് കുറയ്ക്കാനും മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങളെ ചേർത്ത് നിർത്താനും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കാനും എല്ലാം സെൻട്രൽ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. 2 ലക്ഷം രൂപ മരണപ്പെട്ടവർക്കും 5000 രൂപ 50,000 രൂപ പരിക്കേറ്റവർക്കും കൊടുക്കാൻ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തീരുമാനമായിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ എല്ലാ ആശുപത്രികളിലും ഇപ്പം നിറഞ്ഞിരിക്കുകയാണ് പരിക്കേറ്റവർ. ഗുരുതരമായ പരിക്കേറ്റവർ പലരുമുണ്ട്. പലരെയും കാലുകൾ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അതിതീവ്രമായ മഴയുടെ ഫലമായി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 8-10 ദിവസം കൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ അവിടുത്തെ വെള്ളാർമലയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കരഞ്ഞുകൊണ്ട് പറയുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. അവരുടെ കുട്ടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വെള്ളാർമലയിലെ ആ സ്കൂളിലെ കുട്ടികൾ താമസിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആ സ്കൂളിൻ്റെ പരിസരത്തുള്ള ധാരാളം കുട്ടികളുണ്ട്. അവരുടെ വീടുകളെല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു. അവിടെ മുണ്ടക്കൈയിലെ ഒരു റിസോർട്ടിൽ ഏകദേശം 300ഓളം പേര് അഭയം തേടിയിരിക്കുകയാണ്. ആ റിസോർട്ടിൻ്റെ ചുറ്റും കൂടി വന്ന ഒരു 10 വീടേ ഉള്ളൂ. 10-200 വീടുകളുള്ള ഒന്നും കാണാനില്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. മേപ്പാടി ആശുപത്രിയിൽ ഏകദേശം വളരെയധികം 10-30-40 പേരുകൾ കിടപ്പുണ്ട് അവിടെ. അതുപോലെ തന്നെ പരിക്കേറ്റവരാണ് അവരെല്ലാവരും. 3 കുട്ടികളുടെ 1 വയസ്സുള്ള കൊച്ചുങ്ങളുടെയും മൃതദേഹം ഒഴുകി വന്നത് ചാലിയാർ പുഴയിൽ നമ്മൾ കണ്ടു. ഏതായാലും ഈ ദുരന്തം കേരളത്തിലെ ഇതിനു മുമ്പും ചെറിയ രീതിയിൽ നമ്മൾ വാണിംഗ് തന്നിരുന്നു. അതിഭീകരമായ ഒരു ദുരന്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദുരന്തത്തിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഏകദേശം ഒരാഴ്ച എടുക്കും. കാരണം അവിടുന്ന് ഒഴുകി വന്ന ചില മരക്കൂട്ടങ്ങളുടെ അടിയിലും ധാരാളം വാഹനം കിടക്കുന്ന കാണാം. കാറുകളും ജീപ്പുകളും കിടക്കുന്ന കാണാം. ചില മരക്കൂട്ടങ്ങൾ അവിടെ ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ വന്ന് മല പോലെ പൊങ്ങിയിരിക്കുന്നത് കാണാം. ഇതിനടിയിലൊക്കെ ആൾക്കാർ ഒഴുകി വന്നിട്ടുണ്ട്. അത് കണ്ടെടുക്കുന്നതിന് ആഴ്ചകളോളം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സന്നദ്ധ സേവാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും കൈകോർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ആ ദുരന്ത ഭൂമിയിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഗവൺമെൻറ് തലത്തിലും സെൻട്രൽ ഗവൺമെൻറ് തലത്തിലും ഇവിടുത്തെ സൈനികരും കേരള പോലീസും എല്ലാവരും അവിടെ ഉണ്ട്.
ഏതായാലും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരാഴ്ച എങ്കിലും സമയം കുറച്ചുകൊണ്ട് 1-2 ദിവസത്തിനകം പൂർണ്ണമായ ഒരു അവലോകനം. പക്ഷേ അവിടെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉരുൾ പൊട്ടുന്നുണ്ട്. ആദ്യത്തെ ഇവിടുത്തെ ഉരുൾ പൊട്ടിയത് അവിടെ രാത്രി 1 മണിക്ക് വലിയ ശബ്ദത്തോട് ഉരുൾ പൊട്ടി. അത് അട്ടമലയിലും അല്ലെങ്കിൽ മുണ്ടക്കൈയുടെ മലയുടെ മുകളിലാണ് ആ ശബ്ദം കേട്ടത്. അന്നേരം അവരുള്ളവരെല്ലാം മാറി. 1 മണിക്ക് ശേഷം വീണ്ടും 2:30 മണിക്കും അടുത്ത ഉരുൾ പൊട്ടി. പിന്നെ 3:30 പൊട്ടി. 4:00-4:30ക്കും 4 ഉരുളോളം പൊട്ടി. ആൾക്കാർ രക്ഷാപ്രവർത്തനം വെളുപ്പിനെ 7:30 മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അപ്പോൾ ഒരു ഉരുൾ പൊട്ടിയിട്ട് ആൾക്കാർ ഓടി മാറി, വെള്ളം വരുന്നത് കണ്ടിട്ട് ഓടി മാറുന്ന രക്ഷാപ്രവർത്തകർ ഓടി മാറാനുള്ള നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. മഴ അതിതീവ്രമായ ശക്തമായി ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും അവിടുന്ന് ആ ഉരുൾ പൊട്ടിയ സ്ഥലത്തുനിന്ന് അവിടെ വെള്ളം നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇനി മഴ പെയ്യുന്നത് മറ്റു ഭാഗത്തോളം ആ മലയുടെ മറ്റു ഭാഗങ്ങളിൽ വെള്ളം കെട്ടും. ഇതുപോലെ മറ്റു ഭാഗത്തും ഉരുളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. അവരവരുടെ ആ സ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളും മലയുടെ അടിവാരങ്ങളിലും അതിൻ്റെ പള്ളകളിലുമൊക്കെ ജീവിക്കുന്നവർ ആ സ്ഥലം അവർ പ്രത്യേകം നിരീക്ഷിക്കണം. വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് മാറി താമസിച്ചേ പറ്റുള്ളൂ. നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ ഭാഗങ്ങൾ ഉരുൾ പൊട്ടി താഴോട്ട് ആ വീടുകളും ആളുകളും ഒഴിച്ചുപോയി അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദുരന്തത്തിനോടൊപ്പം അത് അവലോകനം ചെയ്യണം. ഓരോ പഞ്ചായത്തിലെ ഏതൊക്കെ വാർഡിലാണ് ഈ ഒരു സംഭവങ്ങൾ വരാൻ സാധ്യതയുള്ളതെന്ന് കണ്ടെത്തി അവിടെയുള്ള ജനങ്ങളെ മാറ്റണം. അവിടെ ഉരുൾപൊട്ടലുണ്ടെങ്കിൽ ആ മലയുടെ അവിടെ ചാല് കീറി, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന മലകളിലെല്ലാം കൃഷികൾ ചെയ്ത് കയ്യേല കെട്ടി അടച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കവിടെ ചാല് കീറി ഓരോ മലയിൽ നിന്നും പല ചാലുകൾ കീറി വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടിക്കിടന്ന് ഇതുപോലെ ഭീകരമായ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കാണേണ്ടി വരും. അപകടങ്ങളുണ്ടാവും. നമ്മുടെ സഹോദരങ്ങൾ ധാരാളം പേര് മരിക്കും. കുഞ്ഞുകുട്ടികൾ മരിക്കും. കുഞ്ഞുകുട്ടികളുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന കണ്ടപ്പോൾ നമുക്ക് അതീവമായ സങ്കടം നമുക്ക് തോന്നി. നമുക്കെല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നു. പലരും കണ്ണു നിറഞ്ഞാണ് ആ കാഴ്ചകൾ കാണുന്നത്. അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ ആ ഹെഡ് മാസ്റ്റർ കരഞ്ഞുകൊണ്ടാണ് തൻ്റെ കുട്ടികളെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏതായാലും വളരെ ദാരുണമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവിടുത്തെ മാത്രമല്ല കേരളത്തിലുള്ള മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം വളരെ ജാഗരൂകരായിട്ടിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യും. സാമ്പത്തികമായ വലിയ ഒരു ഇതിൽ ചെന്ന് കെണിയിൽ ചെന്ന് ഗവൺമെൻറ്റിന് സാമ്പത്തികമില്ല. വലിയ കെണിയിൽ ചെന്ന് ഇപ്പം ചാടിയിരിക്കുകയാണ്. ഈ ദുരന്തത്തിനെ സഹായിക്കാനും മറ്റ് പ്രവർത്തനങ്ങളും നമ്മുടെ ഡെവലപ്മെൻ്റ് എല്ലാം നിർത്തിയിട്ട് ഈ ദുരന്തത്തിന് പണം മുടക്കേണ്ടി വരും. സർക്കാരിന് ഭീമമായ സാമ്പത്തിക ബാധ്യത പ്രകൃതി ദുരന്തം മൂലം സർക്കാരിനുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ് സഹായവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും എല്ലാ മനുഷ്യരും കേരളത്തിലുള്ളവർ ഒത്തൊരുമിച്ച് ഈ ഒരു പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മൾ വളരെ സൂക്ഷിച്ചിരിക്കണം. അവരവരുടെ കുടുംബത്തിലെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരും വളരെ സൂക്ഷ്മതയോട് വേണം ഈ മഴയുടെ കാലഘട്ടത്തിൽ വെളിയിൽ പോകുമ്പോഴും അതുപോലെ സ്കൂളിൽ പോകുമ്പോഴും പുഴയോരത്ത് കുളിക്കാൻ അനുവദിക്കാതെയും ചില കുളങ്ങളിൽ കുളിക്കാൻ അനുവദിക്കാതെ ഇരിക്കണം. നമ്മൾ കഴിവുള്ളിടത്തോളം ചൂടുവെള്ളത്തിൽ കുളിച്ച് ശുദ്ധമായ കൈയും കാലും കഴുകി ഈ മഴക്കാലത്ത് മറ്റ് രോഗങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കാൻ എല്ലാവരും തയ്യാറാകണം.